പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിനി പറയുന്നത് ഭാരതീയ ന്യായ സംഹിത 2023 ഓഫ് ഒഫൻസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഭാഗമാണ്. ഓഫ് ഒഫൻസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതീയ നിയമസംഹിതയിലെ ന്യായ സംഹിതയിലെ ഏറ്റവും കൂടുതൽ വകുപ്പുകളുള്ള ഭാഗം. 100 മുതൽ 146 വരെയുള്ള വകുപ്പുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശം 47 വകുപ്പുകളുണ്ട്. അപ്പോൾ ഓഫ് ഒഫൻസ് അഫക്റ്റിംഗ് ലൈഫ്, ജീവന് ഭീഷണിയായുള്ള കുറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നു. അത് 100 മുതൽ 113 വരെയാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ ഓഫ് ഒഫൻസ് അഫക്റ്റിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ 100 മുതൽ 113 വരെയാണ്. 100ാമത്തെ വകുപ്പ് പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡാണ്. കൾപ്പബിൾ ഹോമിസൈഡ്, കൾപ്പബിൾ എന്ന് പറഞ്ഞാൽ കുറ്റകരമായ, ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ നരഹത്യ. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ കുറ്റകരമായ നരഹത്യ. 101 പറയുന്നത് മർഡറിനെ കുറിച്ചാണ്. മർഡർ എന്ന് പറഞ്ഞാൽ കൊലപാതകം. അപ്പോൾ കുറ്റകരമായ നരഹത്യയും കൊലപാതകവും ഒന്നാണോ എന്ന് ചോദിച്ചാൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നല്ല. പത്രക്കാർക്കും നാട്ടുകാർക്കും ഒന്നാണ്. 102ാമത്തെ വകുപ്പ് പറയുന്നു കൾപ്പബിൾ ഹോമിസൈഡ് കോസിംഗ് ഡെത്ത് ഓഫ് എ പേഴ്സൺ അതർ ദാൻ പേഴ്സൺ ഹൂസ് ഡെത്ത് വാസ് ഇൻറ്റൻഡഡ്. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന ഒരാൾ വൈ എന്ന് പറയുന്ന ഒരാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി വെടിവെക്കുന്നു. വൈക്ക് വെടികൊള്ളുന്നില്ല, ഇസഡിന് വെടികൊണ്ട് ഇസഡ് മരിക്കുന്നെങ്കിൽ അത് 100ലും 101ലും അല്ല വരിക, അത് 102ൽ വരും. അതാണ് നമ്മൾ 102 പറഞ്ഞത്. 102 എന്താ പറഞ്ഞത്? കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിംഗ് ഡെത്ത് ഓഫ് എ പേഴ്സൺ അതർ ദാൻ ദ പേഴ്സൺ ഹൂസ് ഡെത്ത് വാസ് ഇൻറ്റൻഡഡ്. ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാൾക്ക് മരണം സംഭവിക്കാതെ മറ്റൊരാൾക്ക് മരണം സംഭവിച്ചു, അപ്പോൾ 100ലല്ല, കൾപ്പബിൾ ഹോമിസൈഡിൽ വരില്ല, 101ലും വരില്ല, മർഡറിലും വരില്ല. പിന്നെ എവിടെ വരും? 102ൽ വരും. അവിടെ 103 പണിഷ്മെൻറ്റ് ഫോർ മർഡർ. മർഡറാണ് ഒരാളൊരു കുറ്റം ചെയ്തതെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത് 103ലാണ്. 104 പണിഷ്മെൻറ്റ് ഫോർ മർഡർ ബൈ ലൈഫ് കൺവിക്റ്റ്. ജീവപര്യന്തം അകത്ത് കിടക്കുന്ന ഒരാൾ പരോളിലിറങ്ങി അല്ലെങ്കിൽ ജയിലിനകത്ത് തന്നെ ഒരു കൊലപാതകം കൂടി ചെയ്താൽ, പണിഷ്മെൻറ്റ് ഫോർ മർഡർ ബൈ ലൈഫ് കൺവിക്റ്റ്, അയാൾ രണ്ടാമത് ഒരു കൊലപാതകം കൂടി ചെയ്താൽ അയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നാണ് 104ൽ പറയുന്നത്. അടുത്ത 105 പണിഷ്മെൻറ്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. പണിഷ്മെൻറ്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അപ്പോൾ നമ്മൾ മർഡറിനെ കുറിച്ച് എവിടെ പറഞ്ഞു? 101ൽ പറഞ്ഞു. കൾപ്പബിൾ ഹോമിസൈഡിനെ എവിടെ പറഞ്ഞു? 101ൽ പറഞ്ഞു. അപ്പോൾ മർഡർ അല്ലാത്ത കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ടെങ്കിൽ, കുറ്റകരമായ നരഹത്യ ഉണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ കൊടുക്കുന്നത് 105ലാണ്. 106 പറയുന്നു കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. നെഗ്ലിജൻസ്, മനഃപൂർവ്വമല്ല, നെഗ്ലിജൻസ് പ്രകാരം ഒരു ഡെത്ത് സംഭവിച്ചാൽ അതെന്താണെന്നാണ് 106 പറയുന്നത്. 107 പറയുന്നു അബേറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് ഓഫ് എ ചൈൽഡ് ഓർ എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അബേറ്റ്മെൻറ്റ് ചെയ്യുന്നു. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ അബേറ്റ്മെൻറ്റ് ചെയ്താൽ, പ്രേരിപ്പിച്ചാൽ, ഒരു അൺസൗണ്ട് മൈൻഡ് വ്യക്തി
സൂയിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി അബറ്റ്മെൻറ്റ് ചെയ്താൽ, പ്രേരിപ്പിച്ചാൽ 107 പ്രകാരമാണ് അത് ഒഫൻസ് ആകുന്നത്. 108 അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്. ഒരാളെ സൂയിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി അബറ്റ് ചെയ്താൽ, പ്രേരിപ്പിച്ചാൽ, അബറ്റ്മെൻറ്റ് ചെയ്താൽ. അടുത്തത് അബറ്റ്മെൻറ്റ് ഓഫ് മർഡർ, അറ്റംപ്റ്റ് ഓഫ് മർഡർ. അബറ്റ്മെൻ്റ് അല്ല, അറ്റംപ്റ്റ് ടു മർഡർ. ഒരാൾ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ചത്തില്ല. കഴുത്തേ തന്നെ കുത്തി, പക്ഷേ സർവ്വ നെർവ് സിസ്റ്റം തകർന്നു പോയി എന്നല്ലാതെ അയാൾ മരിച്ചില്ല. അയാൾ ബെഡിൽ തന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ എന്താ ഈ അറ്റംപ്റ്റ് മർഡറായി. വധശ്രമം, കൊല്ലാൻ ശ്രമിച്ചു, ചത്തില്ല, അപ്പോൾ വധശ്രമം. വധശ്രമം എവിടാ പറയുന്നത്? 109. 110 അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ്. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നല്ല കേട്ടോ. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ്, കൾപ്പബിൾ ഹോമിസൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ. അടുത്തത് ഓർഗനൈസ്ഡ് ക്രൈം. 111 പറയുന്നത് ഓർഗനൈസ്ഡ് ക്രൈം, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പരിപാടികൾ, ഓർഗനൈസ്ഡ് ക്രൈം. അതിൻ്റെ വിശദീകരണമൊക്കെ ആ സെക്ഷൻ പറയുമ്പോൾ പറയുന്നത്. അടുത്തത് 112 പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. അടുത്തത് ടെററിസ്റ്റ് ആക്ട് 113. ഈ ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ അതിനകത്ത് ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നൊരു വകുപ്പും കൂടി കൂട്ടിച്ചേർന്നു. അപ്പോൾ ഓഫ് ഒഫൻസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഓഫ് ഒഫൻസ് അഫക്റ്റിംഗ് ലൈഫ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 100 മുതൽ 113 വകുപ്പിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പ്രതിപാദിച്ചത്.